എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചിത്തിരയല്ലേ, അപ്പോൾ ചിത്തിര ദിവസത്തെ പായസം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ ടൊമാറ്റോ വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. തക്കാളി പായസമാണ്. അത് ശർക്കര വെച്ചിട്ട് ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 5 തക്കാളി ഞാൻ ഇത് തിളപ്പിച്ച് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചോപ്പറിൽ വെച്ചൊന്ന് ചോപ്പ് ചെയ്തെടുത്തു. മിക്സിയിൽ ഒരുപാട് അടിച്ചെടുക്കരുത്, ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക ഇത്. അപ്പോൾ ഇത് 5 തക്കാളിയാണ്. അത് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റിയിട്ട് ചോപ്പറിൽ വെച്ച് അടിച്ചെടുത്തത്. അതുപോലെ തേങ്ങാപ്പാൽ 2ാം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1ാം പാലുമുണ്ട്, തലപ്പാൽ. പിന്നെ കുറച്ച് ചവ്വരി, സാഗോ റൈസില്ലേ, അത് സാഗോ അരി, അത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര, നെയ്യ്, പിന്നെ ഗാർണിഷിങ്ങിന് ഞാൻ ഏലക്കായ എടുത്ത്, ഏലക്കായ, അണ്ടിപ്പരിപ്പ്, മുന്തിരി. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതേ ഒരു ഉരുളി എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിക്കട്ടെ. ഉരുളിയിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെയ്യിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഈ നെയ്യിൽ കിടന്ന് നല്ലപോലെ വഴറ്റിയെടുക്കട്ടെ. നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റി തക്കാളി ഒന്ന് കട്ടിയായി വരട്ടെ. വെള്ളം വറ്റി വരുന്നേ ഉള്ളൂ. ഇത് നല്ലപോലെ ഒന്ന് വെള്ളം വറ്റട്ടെ. വെള്ളമൊക്കെ ഏകദേശം വറ്റിയേ. ഇനി നമുക്കിതിലോട്ട് ഈ ചവ്വരി, വേവിച്ച് വെച്ച ചവ്വരി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് വേവിച്ച് വെച്ച ചവ്വരി കൂടി ഇതിൽ ചേർത്ത് ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ. ഞാൻ അതിനിടയിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തായിരുന്നു ഇതിൽ. നമുക്കിതിലോട്ട് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കാവേ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കെല്ലാം കൈക്കണക്കായി ഏകദേശം നോക്കിയിട്ടാണ് ഞാനെല്ലാം ചേർക്കാറ്. നമുക്ക് മധുരം എത്ര ആവശ്യമുണ്ട് അത്ര ചേർക്കാം. ഇപ്പം എല്ലാവർക്കും മധുരം കുറച്ചല്ലേ വേണ്ടു. ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കട്ടെ. ഇതിലോട്ട് ശർക്കര കൂടി ചേർത്ത് ഒരു 4 തവിയാണ് ചേർത്തിട്ടുള്ളത്, വലിയ തവിയാണ്. അപ്പോൾ ഇനി ശർക്കരയിൽ കിടന്ന് നമ്മളെ സാബൂനരിയും ഈ ടൊമാറ്റോയും കൂടെ നല്ലപോലെ മിക്സ് ആവട്ടെ, ഒന്ന് വറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ കിടന്നിതാ നമ്മുടെ ടൊമാറ്റോ, തക്കാളി നല്ലപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ 2ാം പാൽ കിടന്നിട്ടൊന്ന് നല്ലപോലെ തിളച്ച് വറ്റട്ടെ. 2ാം പാലിൽ കിടന്നിതാ നമ്മുടെ ടൊമാറ്റോ നല്ലപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഞാൻ ഏലക്ക പൊടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഏലക്കായ ഇടാം. പിന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇത് 1ാം പാൽ ഒഴിക്കട്ടെ. ഇത് ഞാൻ 1ാം പാൽ കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ എടുത്ത് വെച്ച ഏലക്കായും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇത് ജീരകം പൊടിച്ച് ചേർക്കാവേ, ചുക്ക് പൊടി. ഞാൻ പക്ഷേ ഇതിൽ ഏലക്ക പൊടിച്ചാണ് ചേർത്തതാ. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ചിത്തിര ദിവസത്തെ ടൊമാറ്റോ പായസം റെഡിയായി. ടൊമാറ്റോ പ്രഥമൻ എന്ന് വേണ്ടിക്ക് പറയാം. ഇതേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട്. താങ്ക് യു. അപ്പം നാളെ വീണ്ടും വേറൊരു പായസമായിട്ട് നമുക്ക് വരാം.